സങ്കീർത്തനം 91. അത്യുന്നതന്റെ മുറിവിൽ വസിക്കുകയും സർവശക്തന്റെ നിദ്രയിൽ പാർക്കുകയും ചെയ്യുന്നു. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ ദൂരകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസുഖത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന ഓളമാരിയും ഉച്ചയ്ക്ക് നശിക്കുകയും സംഭാഷയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലങ്ങളാണ്. യഹോവയെ നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എൻ്റെ വസ്ത്രത്തെ നോക്കിയിരിക്കുന്നു. ഒരനക്ഷവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് എടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് ഓർക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോവാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ ഉയർത്തുകയും സിംഹത്തിന്മേലും അണിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമാറിനെയും നിർത്തികളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയായികയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമില്ല. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരും. എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.